ഇപ്പം എന്നെക്കാൾ ഒരു പക്ഷേ കൂടുതലായിട്ട് അവർക്ക് താടി വന്നിട്ടുണ്ട്. ഹൈ ഫ്രണ്ട്സ്, എപ്പിസോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ആലോചിക്കും ഞാൻ എന്തിനാണ് വീടിൻ്റെ അകത്ത് വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണത്. കാരണം ഇന്നിവിടെ നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഞാൻ വീട്ടിൻ്റെ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്യണം. അപ്പം വെട്ടത്തിൻ്റെയൊക്കെ ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. വോയിസിനും ചിലപ്പം പ്രശ്നം ഉണ്ടാവും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണെന്ന് തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇത് വേറെ ഒന്നുമല്ല, നമുക്ക് താടിയെ പറ്റി ഞാൻ എന്നും വെള്ളിയാഴ്ച വീഡിയോസ് ഇടുന്നതാണ്. നമുക്കിപ്പം മിനോക്സിഡിൽ യൂസ് ചെയ്യണവർക്കായാലും ബിയർഡ് ഓയിൽ യൂസ് ചെയ്യണവർക്കായാലും നമ്മൾ ഡെൻമാർ റോളർ യൂസ് ചെയ്യുന്ന താടി ഉണ്ടാക്കുന്നവർക്കായാലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാനും അല്ലാത്ത എൻ്റെ ടിപ്സ് പറഞ്ഞു തരാനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾക്ക് സംശയം ഉള്ളത് വരെ ഞാൻ ഇത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ വെള്ളിയാഴ്ച ഞാൻ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. അല്ലാതെ എൻ്റെ നോർമൽ വീഡിയോസും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യും. ദിവസവും ഞാൻ വീഡിയോ ഇടുന്നതാണ്. വൈകിട്ട് നിങ്ങൾക്ക് വീഡിയോ കിട്ടും. അപ്പം അതാണ് ഇന്നത്തെ കണ്ടന്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് താടി എങ്ങനെ വളർത്താം, അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ആ ഡൗട്ട് ക്ലിയർ ചെയ്യണം. പിന്നെ അതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് എൻ്റെ ജീവിതത്തിൽ, അതായത് എൻ്റെ അനുഭവത്തിൽ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ അനുഭവത്തിൽ, അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടും അല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ അനുഭവത്തിൽ എൻ്റെ കൂട്ടുകാരുടെ അനുഭവത്തിൽ ഉണ്ടായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കാരണം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ മാത്രം കാണലും, കാരണം ഞാൻ താഴെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. അതിൽ നല്ല കുറച്ച് ഡൗട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ട് 2 ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഇനി പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് തീരുന്ന വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും വീഡിയോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പാർട്ട് 2 കാണണം, ഞാൻ പാർട്ട് 1 കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിരിക്കാം. അതിന് മുന്നേ വേറെ ഞാൻ ബിയർഡ് ഗ്രോത്ത് ഓയിലിൻ്റെ റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് താഴെ പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ വലിച്ചു നീട്ടല്ല, നമുക്ക് വീഡിയോ പോകും മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കിന്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ താടിയെക്കുറിച്ചോ എന്തെങ്കിലും എൻ്റെ ചാനൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അത് ഷെയർ ചെയ്തെത്തിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ലാഗടിക്ക് ചെയ്യാണ്ട് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ കമൻറ്റായിട്ട് ഞാൻ വായിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഞാൻ ഇന്നിടുന്ന വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്ത വെള്ളിയാഴ്ച നിങ്ങളെ വെച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇത് മുന്നേ ഇട്ട ഒരു വീഡിയോ, ഒരാഴ്ച മുന്നേ ഇട്ട വീഡിയോയ്ക്ക് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമൻറ്റ് എടുത്തിട്ടുണ്ട്. അത് ഒരിക്കൽ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചിലവർ ചോദിക്കണം, പക്ഷേ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട എൻ്റെ കടമയാണ്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും അത് ഉപയോഗപ്പെടണമാണ്. കാരണം നിങ്ങൾ മിനോക്സിഡിലോ ഡെർമാ റോളറോ ബിയർഡ് ഓയിലോ എന്ത് നിങ്ങൾ യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഉപയോഗപ്പെടണം കാര്യങ്ങൾ തന്നെയാണ് അവർ സംശയത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയണത്. എനിക്ക് പാച്ചി ബിയർഡ് ഓൾറെഡി ഉണ്ടായിരുന്നു, പാച്ചി ബിയർഡ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മിനോക്സിഡിൽ അതൊന്ന് ടിക്ക് ചെയ്യാൻ വേണ്ടി അതെനിക്ക് ഹെൽപ്ഫുള്ളായി. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഉണ്ടായ മാറ്റങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അല്ലാണ്ട് ഞാനിത് നെറ്റിൽ നോക്കിയൊന്നുമല്ല, എൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, എൻ്റെ കൂട്ടുകാരുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്, ഓരോ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് അത് പരീക്ഷിച്ചോ, യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ലെങ്കിൽ നിൽക്കൂടെ. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്തവർക്കൊക്കെ റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റൊക്കെ വായിച്ചറിയാം റിസൾട്ട് ഉണ്ടെന്ന് തന്നെയാണ് അവർ പറയണത്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാം ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ എല്ലാത്തിനും ലിങ്ക് അങ്ങ് താഴെ ഇട്ടിരിക്കാം. നിങ്ങൾ എല്ലാ വീഡിയോസും കാണാം. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാൻ അതിന് മുന്നേ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണണം. അപ്പോൾ എന്തായാലും ഓരോ കമൻറ്റായിട്ട് നമുക്ക് സമയം കളയാണ്ട് വായിക്കാം. അപ്പം ആദ്യത്തെ കമൻറ്റ് ഇട്ടിരിക്കുന്ന സുധി സേതു എന്ന് പറഞ്ഞൊരു ബ്രോ ആണ്. ബ്രോ ചോദിച്ചിരിക്കുന്നത് ബ്രോ MX5 ഉപയോഗിച്ച് താടി വന്നതിന് ശേഷം ബിയർഡ് ഓയിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതായത് നമ്മളിപ്പം ഞാൻ പറഞ്ഞത് വീഡിയോസിൽ പറയാറുള്ളത് ഇതാണ്. നമ്മളിപ്പം മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം നല്ല ഇതാവും, ഡ്രൈ ആവും. അപ്പോൾ ആദ്യം പറഞ്ഞ വീലക്സ് ഏറിയ ഇങ്ങനെ പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ രാവിലെയാണ് നിങ്ങൾ മിനോക്സിഡിൽ യൂസ് ചെയ്യണമെങ്കിൽ രാത്രി നിങ്ങൾ ഇത് ബിയർഡ് ഓയിൽ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യണം. ബിയർഡ് ഓയിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. ഈ നിങ്ങൾ മിനോക്സിഡിൽ യൂസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ വെറും മിനോക്സിഡിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ മുടിയൊക്കെ അങ്ങ് വളർച്ചയൊക്കെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഒരുമാതിരി ചുരുണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചുരുണ്ട് പോയാൽ പിന്നെ നമുക്ക് താടി വരുമ്പോൾ ഒരു ഭംഗി കാണത്തില്ല. നമുക്ക് ട്രിം ചെയ്ത് ഒന്നും വെക്കാൻ ഭംഗി കാണത്തില്ല. ഇങ്ങനെ ചുരുണ്ട മുടിയായിരിക്കും താടിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബിയർഡ് ഓയിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. മിനോക്സിഡിൽ യൂസ് ചെയ്ത് നമുക്ക് താടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ താടിനെ നിങ്ങൾ സാധാരണ നമുക്ക് നാച്ചുറലായിട്ട് വരുന്ന താടി എങ്ങനെ നിങ്ങൾ ഇത് ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം മാത്രമുണ്ട്, ഷേവ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളത് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഷേവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ബ്രോയുടെ ഡൗട്ട് ക്ലിയർ ആണ്. നിങ്ങൾക്ക് ബിയർഡ് ഓയിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പം അടുത്ത ആൾ ചോദിച്ചിട്ടുള്ളത്
ബ്രോ ഇത് എത്ര മന്ത് യൂസ് ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അബി എന്ന് പറയുന്ന ഒരാളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ബ്രോ ഓൾറെഡി പാച്ചി ബിയർഡ് ഉണ്ടായിരുന്നപ്പം എനിക്കതൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തു ബിയർഡ്. പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് താടി ഒട്ടും ഇല്ലായിരുന്നവർ വേറെ താടി യൂസ് ചെയ്യുമ്പോൾ താടിയിൽ ഈ മിനോക്സൈഡിൽ യൂസ് ചെയ്തു. അപ്പോൾ അവർക്ക് നല്ലോണം ഇപ്പോൾ എന്നെക്കാൾ ഒരു പക്ഷേ കൂടുതലായിട്ട് അവർക്ക് താടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ചാനലിലൂടെ ഞാൻ താടിയുടെ മാത്രമല്ല പരിചയപ്പെടുത്തുന്നത്, എല്ലാം ഞാൻ യൂസ്ഫുള്ളായിട്ട് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും നടന്ന കാര്യമോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് നടന്ന കാര്യം അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോ എൻ്റെ വീട്ടുകാർക്കോ ആരൊക്കെയെങ്കിലും അനുഭവമുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയില്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പം മിനിമം ഈ മിനോക്സൈഡിൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു മാസത്തിൽ തന്നെ റിസൾട്ട് കിട്ടിയവർ എൻ്റെ കമൻറ്റ്സ് നിങ്ങൾക്ക് വായിച്ചറിയാം. ഒരു മാസത്തിൽ തന്നെ റിസൾട്ട് കിട്ടിയവരുണ്ട്, എഫക്റ്റീവായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു മാസത്തിൽ തന്നെ റിസൾട്ട് കിട്ടി. 100% ഉറപ്പായിട്ട് കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. ഇപ്പോൾ 100% പേരിൽ 80% പേർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, 20% പേർക്ക് മാത്രം റിസൾട്ട് കിട്ടിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ അവർ ജനറ്റിക് ആയിട്ടുള്ള ജീൻസുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഹോർമോണും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നിങ്ങളുടെ ഇത് പാരമ്പര്യം തൊട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം 100-ൽ 80% പേർക്കും മിനോക്സൈഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് താടി വരും. അതിൽ ഞാൻ ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ്. അപ്പോൾ അടുത്ത കമൻറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത മാഗ്മ ക്രോണോസ് എന്ന് പറഞ്ഞ ഒരു ബ്രോ 5 ദിവസം മുന്നേ ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഏറ്റവും കുറഞ്ഞ മിനോക്സൈഡിലാണ് ലീഫോഡ് ടിൻഫോഡ്, അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബ്രോ. അപ്പം നമ്മൾ അതിനെപ്പറ്റി ഒരു റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തലമുടിക്കുള്ള മാത്രമാണ്. അത് വില 250 രൂപ എന്തോ ഉള്ളൂ. ഏറ്റവും വില കുറവാണ്, ഏറ്റവും ലോക്കലായിട്ടുള്ള പ്രോഡക്റ്റുമാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് നമ്മൾ വെച്ച് മുഖത്ത് യൂസ് ചെയ്യും. കാരണം ഈ മിനോക്സൈഡിൽ തന്നെ നമുക്ക് താടിയിൽ യൂസ് ചെയ്യാൻ ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് താടിയിൽ ഈ മിനോക്സൈഡിലും ക്രിക്ലാൻഡിൻ്റെ മിനോക്സൈഡിലൊക്കെ യൂസ് ചെയ്ത് താടിയിൽ ഫലമുണ്ട് എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളതാണ് ഈ മിനോക്സൈഡിൽ നമ്മൾ താടിയിൽ MX5 ആവട്ടെ മിൻടോപ്പ് ആവട്ടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ടിൻഫോളിൻ്റെ ഒന്നും യൂസ് ചെയ്യാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ തന്നെ നമുക്ക് കയറി നോക്കിയാൽ അറിയാം. ഫ്ലിപ്കാർട്ടിലാവട്ടെ ആമസോണിലാവട്ടെ അതിൻ്റെ അതോറിറ്റിക്കാർ പറയണതെന്ന് വെച്ചാൽ അത് നമ്മൾ താടിയിൽ യൂസ് ചെയ്യാൻ പാടില്ല, തലമുടിയിൽ മാത്രമാണ് അത് യൂസ് ചെയ്യേണ്ടത്. അതായത് ഈവൻ തലമുടിയിൽ യൂസ് ചെയ്തിട്ട് പോലും അത് എഫക്റ്റ് കിട്ടില്ല എന്നാണ് അത് ഉപയോഗിച്ച കസ്റ്റമൈസ് പറയണത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ടിൻഫോളിൻ്റെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് വില കുറവാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു എഫക്റ്റ് കിട്ടും. ഇപ്പോൾ ഈ 250 രൂപ കൂടെ കുറച്ചൊരു 400 രൂപയും കൂടെ നിങ്ങൾക്ക് കിട്ടുക. നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് ഫലവും കാണും. ഇത് ഫലമില്ലാത്തൊരു സാധനം വാങ്ങിച്ച് നിങ്ങൾ കുറേ മാസം ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾക്കത് ഫലം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് തേച്ചപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു എഫക്റ്റ് ഉണ്ടായി കാണും, അതിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കാരണം വേറെ മറ്റുള്ളവർക്ക് എന്തായാലും എഫക്റ്റ് വരാൻ ചാൻസ് കുറവാണ്. കാരണം എൻ്റെ കമൻറ്റും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അത് യൂസ് ചെയ്ത് നോക്കിയവരടുത്ത് ചോദിച്ചപ്പോഴും അല്ലാണ്ട് എനിക്ക് കമൻറ്റൊക്കെ നോക്കിയപ്പോഴും എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത് താടിയിൽ യൂസ് ചെയ്ത സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നതാണ്. സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ പോയിട്ട് ചെക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ MX5 അല്ലെങ്കിൽ മിൻടോപ്പ് മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. വേറെ ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യണില്ല. ടിൻഫോളൊന്നും ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം അത് തേച്ചിട്ട് ഞാൻ എന്നിൽ പരീക്ഷിച്ച കാര്യമാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ അടുത്തായിരിക്കും. ബ്രോ പറഞ്ഞിട്ടല്ല ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തതെന്ന് എൻ്റെ അടുത്തായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തിനാണ് ചുമ്മാ ഷൗട്ടൊക്കെ കേൾക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ MX5 അല്ലെങ്കിൽ മിൻടോപ്പ് ഈ രണ്ട് മാത്രമാണ് ഞാൻ താടി വളരാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. തലമുടിയുടെ കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യണില്ല, നിങ്ങളെ ഇഷ്ടം. അത് പറ്റി വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റ് ചെയ്തെന്ന് വായിക്കാം. അടുത്ത കമൻറ്റ് ചെയ്തിരിക്കുന്നത് 1 മണിക്കൂർ മുന്നേ ചെയ്തിരിക്കുന്നത് ബ്രോ പ്രണവ് പാറു എന്ന് പറഞ്ഞ ഒരാളാണ് ചെയ്തിരിക്കുന്നത്. ബ്രോ താടി ഒരു ഭാഗത്ത് നല്ലോണം വരുന്നു, മറുഭാഗത്ത് കുറച്ച് മാത്രമേ വരുന്നുള്ളൂ, ഡാർക്ക്, അങ്ങനെയാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ മിനോക്സൈഡ് അല്ല എന്ത് യൂസ് ചെയ്താലും അത് നോർമലാണ്, എല്ലാ ആണുങ്ങൾക്കും നോർമലാണ്. ചിലവർക്ക് മാത്രമേ 2 സൈഡും ഫുള്ളായിട്ട് വരത്തുള്ളൂ. അപ്പം ഈ നടന്മാർക്ക് തന്നെ ചില നടന്മാർക്ക് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഭാഗത്ത് നല്ല താടിയാണ്, ഒരു ഭാഗത്ത് നല്ല താടി കാണത്തില്ലെന്നല്ല, പാച്ച് ആയിട്ടുള്ള ബിയർഡായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മിനോക്സൈഡിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇപ്പം താടി ഇല്ലാത്തവർക്ക് തന്നെ ടോർച്ച് അടിച്ച് നമ്മൾ മുഖത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ നൈസിനുള്ള വീലക്സ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ നൈസായിട്ടുള്ള മുടികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ മിനോക്സൈഡിൽ യൂസ് ചെയ്യുമ്പം ആ മുടി തന്നെയാണ് ഹെയർ ഫോളിക്കിൾസ് തന്നെയാണ് ഇത് സ്ട്രെച്ച് ചെയ്ത് അതാണ് വലുതായി ടെർമിനലായിട്ടുള്ള ഹെയർ ആവണത്. അതുകൊണ്ട് നമുക്ക് മുഖത്തുള്ള മുടി മാത്രമേ തിക്കായിട്ട് വീലസ് ആയിട്ട് പിന്നെ അത് ടെർമിനലോട്ടായി പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ആയിരിക്കണം, നമുക്ക് ഇല്ലാത്ത മുടി നമുക്ക് വരത്തില്ല. മിനോക്സൈഡിൽ യൂസ് ചെയ്താൽ നമുക്ക് ഉള്ള മുടി ഒന്നും കൂടെ തിക്കായി, അങ്ങനെ രക്തോട്ടം കൂടി ഒന്നും കൂടെ തിക്കായി, അതായത് വീലക്സ് കൺവേർട്ടായി ടെർമിനലായിട്ട്, പിന്നെ ടെർമിനലിൽ നമുക്ക്
ട്രിം ചെയ്തോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് മാത്രമേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് താടി ഇല്ലാത്തടത്ത് താടി വരില്ല. നമുക്ക് ചെറിയ നൈസ് ടോർച്ചടിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും, ചെറിയ ചെറിയ നൈസ് മുടി കാണാൻ പറ്റും. അങ്ങനത്തെ മുടി മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ, അല്ലാതെ നമുക്ക് മാറ്റം ഉണ്ടാവില്ല. അപ്പം ബ്രോയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇത് യൂസ് ചെയ്താൽ താടി ഇല്ലാത്തടത്ത് താടി വരില്ല. താടി നമുക്ക് വരാൻ ചാൻസ് ഉള്ളിടത്ത് മാത്രമേ താടി വരത്തുള്ളൂ. കാരണം ഈ മിനോക്സിഡിൽ യൂസ് ചെയ്ത് ചിലവർക്ക് താടിയേ ഇല്ല, യൂസ് ചെയ്തിട്ട് താടി വരാതെ. അതാണ് ഞാൻ പറഞ്ഞത്, 100% ആൾക്കാരിൽ 80% ആൾക്കാർക്ക് മാത്രമേ താടി വരത്തുള്ളൂ ഈ മിനോക്സിഡിൽ യൂസ് ചെയ്താൽ. അല്ലാത്ത 20% ആൾക്കാർക്ക് താടി വരത്തില്ല. ബ്രോയ്ക്ക് ഇച്ചിരിയെങ്കിലും താടി വന്നിട്ടുണ്ടല്ലോ, അപ്പം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ബ്രോ. കാരണം നമ്മൾ എല്ലാ സൈഡും ഇങ്ങനെ നോക്കുമ്പോൾ അത് വരത്തില്ല, നമ്മളെ മുഖത്ത് സൈഡ് എഫക്റ്റ് ആവും. നിങ്ങൾ പിന്നെ ഇത് ടെർമിനൽ ആയതിനു ശേഷം നിങ്ങൾ യൂസ് ചെയ്ത് അത് കാശിൻ്റെ അനാവശ്യമായിട്ട് കാശ് ചിലവായി പോകണ പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ള താടി വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഷേപ്പ് ചെയ്ത് ട്രിം ചെയ്ത് യൂസ് ചെയ്യുക, അതായിരിക്കും അതിനുള്ള ഒരു മറുപടി. അപ്പോൾ നിങ്ങൾ ഇത് ഇനി യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ടെർമിനൽ ആയെങ്കിൽ നിങ്ങൾ ഇനി യൂസ് ചെയ്യേണ്ടത്, അത് വിട്ടിട്ട് നിങ്ങൾ ട്രിം ചെയ്ത് അത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇതാണ് ബ്രോയ്ക്കുള്ള മറുപടി. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. സുബിൻ ഐശ്വര്യ എന്ന് പറയുന്ന ഒരാളാണ് 2 ദിവസം മുന്നേ ചോദിച്ചിരിക്കുന്നതിന്, ബ്രോ മിനോക്സൈഡിൽ യൂസ് ചെയ്യുക, താടി ഷേവ് ചെയ്യണോ, ഷേവ് ചെയ്യാതെ ഇരുന്നാൽ താടി കൊഴിഞ്ഞു പോകുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് മിനോക്സൈഡിൽ. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നമുക്ക് ഈ മിനോക്സൈഡിന് പറഞ്ഞു തരാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെറിയ ചെടി, നമ്മൾ ചെറിയ ചെടി നമ്മൾ വിത്തിട്ട് മുളച്ച് വരണം. അപ്പം അത് നമ്മൾ അപ്പം വെട്ടിക്കളഞ്ഞാൽ ആ വിത്തിട്ട് മുളച്ച് പറഞ്ഞ ചെടി പിന്നെ അത് പൊടിക്കത്തില്ല, മനസ്സിലായോ? പക്ഷേ അതൊരു മരമായി കഴിഞ്ഞാൽ വെട്ടിക്കളയുമ്പോൾ അത് പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ചെറുതായിട്ട് നിൽക്കുന്ന ആ ചെടിക്ക് മിനറൽസും വേണ്ട കാര്യങ്ങളും വലിച്ചെടുക്കാൻ കഴിവില്ല. പക്ഷേ അത് വലുതായി കഴിയുമ്പോൾ അത് വേര് നന്നായിട്ട് ഇറങ്ങി അതിന് ന്യൂട്രീഷ്യൻസും വെള്ളവും കാര്യങ്ങളും വെക്കാനും വേണ്ടി വളവും എല്ലാം വലിച്ചെടുക്കാനുള്ള കഴിവ് ആ ഒരു ചെടിക്കുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ താടിനെ നിങ്ങൾ ചെടീനെ ട്രീറ്റ് ചെയ്യണം എങ്ങനെയാണ്, അതിന് ഇടണ വളമായിട്ട് മാത്രം മിനോക്സിഡിലിനെയും ബിയർഡ് ഗ്രോത്ത് ഓയിലിനെയും നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ താടി നമുക്ക് ഇങ്ങനെ കിളിർത്തിങ്ങനെ വരുമ്പോൾ നിങ്ങളെ ഷേവ് ചെയ്ത് കളഞ്ഞാൽ അത് അവിടെ തീരെയും പിന്നെ അതിനൊരു ഫലം ഉണ്ടാകാൻ പോണില്ല. അപ്പം നിങ്ങൾ അതൊന്ന് വീലക്സ് എയർ കൺവെർട്ടായി ടെർമിനൽ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് ടെർമിനൽ ആയിട്ട് മാത്രം നിങ്ങളത് ഷേവ് ചെയ്യണം. അതിന് മുന്നേ അത് ഷേവ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ഉപയോഗവും ആകുമ്പോഴില്ല. കാരണം ഇത് വൃത്തിയേട് തന്നെയായിരിക്കും. നിങ്ങൾ ഈ മിനോക്സൈഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് താടി വരുമ്പോൾ നിങ്ങളുടെ മുഖം വൃത്തിയേട് തന്നെയായിരിക്കും. അത് സഹിക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് താടി വരുള്ളൂ. അല്ലാണ്ട് ആ വീലക്സ് എയർ വന്ന് നിങ്ങൾക്ക് അത് വൃത്തിയേടായിട്ട് തോന്നി നിങ്ങൾ ഷേവ് ചെയ്ത് കളഞ്ഞാൽ ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങൾക്ക് താടി ടെർമിനൽ ആവത്തില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ മിനോക്സിഡിൽ യൂസ് ചെയ്ത് ടെർമിനൽ ആവണ വരെ നിങ്ങൾ താടി ഷേവ് ചെയ്യാൻ പാടില്ല. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റ് നോക്കാം. അടുത്ത കമൻറ്റ് രാഹുൽ രാജ് എന്ന് പറയുന്ന ഒരു ബ്രോയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഡെർമാ റോളർ നമുക്ക് എങ്ങനെ താടിയിൽ യൂസ് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും ബ്രോ വീഡിയോ കണ്ടില്ല, എന്നാലും ബ്രോ ചോദിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാഹുൽ രാജ് എന്ന് പറയുന്ന ബ്രോ ചോദിച്ചിങ്ങനെ റോളർ യൂസ് ചെയ്യുന്നത് ഒന്ന് കാണിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ താടിയിൽ ഡെർമാ റോളർ യൂസ് ചെയ്യുന്നത് കാണിക്കാവോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുണ്ട്. നിങ്ങൾ ഈ മിനോക്സിഡിൽ യൂസ് ചെയ്ത് വീലക്സ് എയർ വരുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്യണം. അതായത് പറ്റേ ട്രിം ചെയ്യാതെ ചെറുതായിട്ട് ഒന്ന് ട്രിം ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഡെർമാ റോളർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യും. കാരണം ഈ ഡെർമാ റോളർ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീലക്സ് എയറിലിട്ട് ഓട്ടിക്കുമ്പോൾ അതൊന്ന് കുരുങ്ങാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കുരുങ്ങി നിങ്ങൾക്ക് അത് പിഴുതു പോകാൻ ചാൻസ് ഉണ്ട്, വേറെ പറിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കാണ് ഇതിൻ്റെ പല്ല് കണ്ടോ, നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജുള്ള പല്ലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഷാർപ്പായിട്ട് പല്ലുള്ള എഡ്ജാണ്. അപ്പം നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വീലക്സ് ഹെയർ ഒന്ന് ട്രിം ചെയ്യണം, നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ബ്രോ ചോദിച്ചുകൊണ്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെയാണ്, കയ്യിൽ കാണിച്ച പോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ മേളിലോട്ട് നമ്മൾ ഓടിക്കണം. മേളിലോട്ട് നന്നായിട്ട് ഓടിക്കണം, നല്ല ശക്തി കൊടുക്കലും നന്നായിട്ട് മേളിലോട്ട് ഓടിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് നമ്മളൊന്ന് ചെയ്യണം, പിന്നെ ഈ സൈഡിലോട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തര ടെക്സ്ചർ, അതായത് നമ്മുടെ പോഴ്സിൻ്റെ ടെക്സ്ചറും വ്യത്യാസമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരേ സൈഡിലോട്ട് നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് അത് വരത്തില്ല. അപ്പം രക്തോട്ടൊന്നും പ്രോപ്പറായിട്ട് ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. 3 സൈഡ്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്യണം. അതായത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള 3 ഡയറക്ഷനിലോട്ട് വേണം നമ്മൾ ഈ ഡെർമാ റോളർ യൂസ് ചെയ്യാൻ. അപ്പം ഞാൻ ആ വീഡിയോ ബ്രോ കണ്ടില്ലെങ്കിൽ ബ്രോയ്ക്ക് വേണ്ടി പറയുകയാണ്, ഈ ഡെർമാ റോളർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ഇത് കീറാണ്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇതെപ്പോഴും ക്ലീൻ ആക്കി സൂക്ഷിക്കണം. ഞാൻ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ തരും. ബ്രോ ഒന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. കാരണം വിശദമായിട്ട് ഞാൻ ഡെർമാ റോളറിനെ പറ്റി മാത്രം ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അത് ബ്രോ കണ്ടിട്ട് അതുപോലെ തന്നെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ബ്രോയ്ക്ക് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. അപ്പം ഞാൻ രാഹുൽ
രാജ് ബ്രോ ചോദിച്ചതുപോലെ ഞാൻ ഡെർമാ റോളർ യൂസ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരുടെ ഡൗട്ടും ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ മിനോക്സിഡിലിനോ ഡെർമാ റോളിനെ പറ്റിയോ ബിയേഡ് ഓയിലിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ബിയേഡ് വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യണം വീഡിയോസാണ് ഈ വെള്ളിയാഴ്ച. അവരുടെ എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്യണേന്. അപ്പം നിങ്ങൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് 2-3 കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഈ ഇപ്പം ബിയേഡ് ഓയിലാവട്ടെ മിനോക്സിഡിലാവട്ടെ എന്ത് നിങ്ങൾ യൂസ് ചെയ്യണമാവട്ടെ, നിങ്ങൾ ഈ മുഖം നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ യൂസ് ചെയ്ത് വാഷ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എന്ത് സ്ക്രബ്ബർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഫേസ് വാഷ് എന്ത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ മഞ്ഞൾ കണ്ടൻറ്റോ കടലമാവിൻ്റെ കണ്ടൻറ്റോ ഉള്ളതൊന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഇങ്ങനത്തെ മഞ്ഞളൊക്കെ നമ്മൾ ഹെയർ റിമൂവറിലും കടലമാവട്ടെ അതും ഹെയർ റിമൂവറിലൊക്കെ യൂസ് ചെയ്യണം. കാരണം കടലമാവിനെ എടുത്ത് പറയാൻ കാരണം ചിലർ കടലമാവ് കൊണ്ട് മുഖത്തൊക്കെ തേക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ താടിയിലൊന്നും പെരളാതെ വേണം നിങ്ങൾ താടിയിലൊക്കെ അത് തേക്കാൻ. കാരണം ഇപ്പോൾ ഈ മിനോക്സൈഡിലും ഡെർമാ റോളറൊക്കെ യൂസ് ചെയ്ത് വരുന്ന താടിയും കാര്യങ്ങളൊക്കെ കട്ടി കുറവാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ എന്നും രാവിലെയും വൈകിട്ടും നിങ്ങൾ കൈ വെച്ചിട്ട് നിങ്ങളുടെ കവിളിൽ സർക്കുലർ മോഷനിൽ നിങ്ങളൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. കാരണം ഈ മിനോക്സൈഡിൽ യൂസ് ചെയ്യുമ്പോഴും ബ്ലഡിൻ്റെ ഓട്ടം കൂടും, ഡെർമാ റോളർ യൂസ് ചെയ്യുമ്പോഴും ബ്ലഡിൻ്റെ ഓട്ടം കൂടും. അപ്പം നമ്മൾ ഈ കൈ വെച്ച് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ബ്ലഡ് ഓട്ടം കൂടും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ 2 കവിളിലും താടിയിലൊക്കെ നിങ്ങൾ നന്നായിട്ട് ബ്ലഡിൻ്റെ ഓട്ടം നിങ്ങൾ കൂട്ടാൻ നോക്കണം. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതലായ നീളം കൂടിപ്പോകും, അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഈ താടിയെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ അതിന് വിശദമായിട്ടുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം പോയി താഴെ സബ്സ്ക്രൈബ് ചെയ്തോ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ കിട്ടത്തുള്ളൂ. പിന്നെ ഡെയിലി വേറെ വീഡിയോ ഇടുന്നുണ്ട്, പക്ഷേ താടിയുടെ മാത്രം ഞാൻ വെള്ളിയാഴ്ചയും ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, പോയി സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കും താടിയുടെയും അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.